മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഹാപ്പി ആണ് എന്ന് വിചാരിക്കണോ? എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലെ? പാഠങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഒരു ക്രിസ്തുമസ് എക്സാം വരാനുണ്ട് അല്ലെ? അതിനുശേഷം നമുക്കൊരു ആനുവൽ എക്സാമിന് മുൻപായിട്ട് ഒരു LSS എക്സാം വരാനുണ്ട് അല്ലെ? അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള പ്രിപ്പറേഷൻ എല്ലാം കൂടെ ഒന്നായിട്ട് പഠിച്ചാൽ മതി. പക്ഷെ LSS ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ട് അല്ലെ? കുറച്ചും കൂടെ പുസ്തകത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ വായിച്ചു മനസ്സിലാക്കി അല്ലെ, പാഠപുസ്തകത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ കറുമ്പിപ്പയ്യ് എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇടശ്ശേരിയുടെ ഒരു കവിതയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഏതോ പശുവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. ഇതാ ഇവിടുത്തെ ഈ ചിത്രമൊക്കെ കറുമ്പി പശു അല്ലെ, പശുവിന്റെ രൂപത്തിലാണ് കാണുന്നത്. പക്ഷെ ഇതെന്താണ്? ആകാശത്ത് കാണുന്ന ഒരു മേഘം പോലെ ഉണ്ടോ? യെസ്, അത് തന്നെയാണ് പാഠഭാഗത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളും LSS എഴുതുന്ന മക്കളാണെങ്കിൽ പ്രത്യേകിച്ച് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് അറിയേണ്ടതുണ്ട് അല്ലേ? അതിന് മുൻപായിട്ട് നമുക്ക് സൈലത്തിലെ 4ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി പ്രാണ എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്രീ ആയിട്ട് LSSന്റെ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്. ജ്വാല എന്ന് പറയുന്ന ഒരു ബാച്ചും കൂടെ ഉണ്ട്, അത് ഫ്രീ ആണ്. ഇനി പ്രാണ ബാച്ചിലെ കാര്യങ്ങൾ നോക്കൂ. ഇപ്പോൾ ഒരു മെഗാ 30 ഓഫർ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഫീസിനെക്കാട്ടും 30% ഫീസ് ഇളവോടുകൂടി നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റും. 30% ഓഫ് ദ മെഗാ 30. ഓക്കെ, അപ്പോൾ 2499 രൂപയുള്ളത് 1749 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിനെങ്ങനെയാ ഈ ഒരു ഓഫർ കിട്ടുക എന്ന് പറഞ്ഞാല് നിങ്ങൾ നോക്കൂ, മെഗാ 30 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് എൻ്റെ മക്കൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 30% ഓഫ് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. 9995400800 എന്ന് പറയുന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. നോക്കൂ, ഡെയിലി ലൈവ് റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്. അതുപോലെ സ്ലൈഡ്സും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിലേക്ക് ഒന്നുകിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് സൈലം നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഇത് ജോയിൻ ചെയ്യാനുള്ള ഒരു കൂപ്പൺ കോഡ് അവിടെ ചോദിക്കും. ഈ ഒരു 30% ഓഫറോട് കൂടി. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. പ്രാണ അവിടെ ഉണ്ട്, മെഗാ ഓഫറാണ്, മറന്നു പോകേണ്ട കേട്ടോ. നമ്മൾ പറഞ്ഞു വന്നത് ഇടശ്ശേരിയുടെ കവിതയാണ് കറുമ്പിപ്പയ്യ് എന്ന് പറയുന്നത്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ അതിമനോഹരമായ ഒരു കവിതയാണ് ഏത് കറുമ്പിപ്പയ്യ് എന്ന് പറയുന്നത്. അപ്പൊ ശക്തിയുടെ കവിയാണ് ആര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആരാണ്? ശക്തിയുടെ കവിയാണ് അല്ലെ? ശക്തിയുടെ കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അപ്പൊ LSS പരീക്ഷയ്ക്ക് ചോദ്യം ഇങ്ങനെ വരാം. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഇടശ്ശേരി, കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആരാണ്? ഇടശ്ശേരി. അപ്പൊ എന്താണ് ചോദ്യം? ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഇടശ്ശേരി. അപ്പോ ഈ പാഠത്തിൽ നിന്ന് എന്ത് വരും എന്നൊക്കെ നിങ്ങൾ ആലോചിക്കൂ അല്ലേ? ശക്തിയുടെ കവി. അപ്പൊ നിങ്ങൾ വിചാരിക്കും, കറുമ്പിപ്പയ്യ് പാഠം ഇടശ്ശേരി എഴുതിയെന്ന് എനിക്കറിയാം, ശക്തിയുടെ കവി എന്ന് എന്നോട് ആരും പറഞ്ഞു തന്നില്ലല്ലോ എന്ന്. അപ്പൊ ശക്തിയുടെ കവി ആരാണ്? ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. അപ്പൊ മാതൃസ്നേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം. മാതൃസ്നേഹത്തിന്റെ ശക്തിയെക്കുറിച്ച് തീവ്രത കാണിക്കുന്ന ഇടശ്ശേരിയുടെ കവിത ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പൂതപ്പാട്ടാണ്. ഏതാണ്? പൂതപ്പാട്ട്. നങ്ങേലി, ഉണ്ണി, പൂതം എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് ഇടശ്ശേരിയുടെ ഏത് കവിതയിലാണ് എന്ന് ചോദിച്ചാൽ അത് പൂതപ്പാട്ട്. നങ്ങേലി, പൂതം, പിന്നെന്താണ്? ഉണ്ണി അല്ലേ? അപ്പോൾ ഈ കഥാപാത്രങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. മാഞ്ഞുപോയില്ലേ അത്? ഓക്കെ, പൂതം, നങ്ങേലി, പിന്നെ ആരാണ്? കൊള്ളുവോ? ഉണ്ണി അല്ലേ? ഉണ്ണി. അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളൊക്കെ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തിയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് തന്നെ കേട്ടോ. മാതൃസ്നേഹത്തിന്റെ ശക്തിയെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇനിയിപ്പോൾ കറുമ്പിപ്പയ്യ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ പറയുന്നുണ്ട്,
ഇതിൻ തള്ളമേയുന്നുണ്ടാം കടൽ കരകളിലെങ്ങോ അല്ലെ. കറുമ്പിയാം അവൾക്ക് എന്തു കുറുമ്പാണെന്നോ. ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നറിയോ? ഇതാ, ഇച്ചെറു നെൽവിത്തിലൊരു കൊച്ചു പൈക്കുട്ടിയുണ്ടതിൻ ഉച്ചയെല്ലാം നിശ്ചലമായി കിടന്നുറങ്ങും. ഇങ്ങനെ, അതായത് ഒരു നെൽവിത്ത് ഇങ്ങനെ എന്താണ്, അത് മുള പൊട്ടി വന്നിട്ടില്ല അല്ലെ, വിത്ത്, അതിൻ്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട് അല്ലെ, അതിങ്ങനെ കിടന്നുറങ്ങുന്നതിനെ പറ്റി പറയുന്ന കവിതയാണ് കറുമ്പിപ്പയ്യ്. അപ്പൊ പറയാണേ, തച്ചു വലിച്ചിഴച്ചാലും എന്ത് ചെയ്യില്ല? തച്ചു വലിച്ചിഴച്ചാലും ഉണരുകയില്ലല്ലോ പാവം, ഒച്ചയിട്ടു കരയാനും വശമില്ലല്ലോ. ഇണം ഇഷ്ടമുള്ള ഇണത്തിൽ നമുക്ക് ചൊല്ലാം. തച്ചു വലിച്ചിണച്ചാൽ നമ്മൾ അതിനെ തട്ടി വിളിച്ചാൽ അതോ എണീക്കോ? ഇല്ല. ഒച്ചയിട്ട് കരയാനും അതിനറിയില്ല അല്ലേ. അതിങ്ങനെ കിടക്കുന്നുണ്ട് ഒരു നെൽവിത്ത്. അപ്പോൾ ഇതിന്റെ അമ്മ എവിടെയാ ഉള്ളതെന്നറിയോ? ഇത് ഉണരമെണ്ണമെങ്കിൽ ആര് വരണം എന്നാണ് പറയുന്നത്? ഇതിന്റെ അമ്മ. ആരാണ് ഇതിന്റെ അമ്മ? ഇതിൻ തള്ളമേയുന്നുണ്ടാം കടൽ കരകളിലെങ്ങോ, കറുമ്പിയാം അവൾക്കെന്തു കുറുമ്പാണെന്നോ. അപ്പോൾ ഇതിന്റെ തള്ള എവിടെയുള്ളത്? കടൽക്കരയിൽ മേഞ്ഞ് നടക്കുന്നുണ്ടാവും. കറുത്തിട്ടാണത്, കറുമ്പിയാണ്, കറുത്ത നിറമാണ്. അവൾക്ക് വലിയ കുറുമ്പാണ്. വിളിച്ചാൽ വരില്ല, മെല്ലെ തെളിച്ചാൽ വാലുമുയർത്തി കുതിച്ചോടി കുന്നിൻമോളിൽ കളിച്ചു നിൽക്കും. ആരെ കൊണ്ടാ പറയുന്നതെന്നറിയോ? നമ്മൾ മഴേനെ വിളിച്ചാൽ വരുവോ? മഴയെ ഒന്ന് പെയ്യൂന്ന് പറഞ്ഞാൽ പെയ്യോ? അതിന്റെ സമയമാവണം അല്ലേ. അപ്പൊ ഈ നെൽവിത്തിന്റെ അമ്മ എന്ന് പറയുന്നത് മഴയാണ്. അത് എവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്? കടലിലെ. കടലിലെ വെള്ളം മുകളിലോട്ട് ഉയർന്നിട്ടല്ലേ, നീരാവിയായി മുകളിലോട്ട് ഉയർന്നിട്ടാണ് നമുക്ക് മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മഴയെ എന്തു പറയുന്നത്? അങ്ങനെ ഇവിടെ കളിക്കുന്നുണ്ടാവും, കടൽക്കരകളിലെങ്ങോ അവൾ കളിക്കുന്നുണ്ടാവും അല്ലേ. അവൾക്ക് ഭയങ്കര കുറുമ്പാണ്, വിളിച്ചാലൊന്നും വരില്ല. വിളിച്ചാൽ കുന്നിൻ മുകളിലൊക്കെ ഓടിച്ചാടി കളിക്കും. പെട്ടെന്ന് പെയ്യോ മഴ? ഇല്ലല്ലേ. പിന്നെ പറയാണ്, എങ്കിലും ഈ കുഞ്ഞുണർന്ന്. ഏത് കുഞ്ഞ്? നെൽവിത്താകുന്ന കുഞ്ഞ് അല്ലേ. നെൽവിത്തിനെ ഒരു കുഞ്ഞു പശുവിനോടും മഴയെ ഒരമ്മ പശുവിനോടും ഉപമിക്കുകയാണ് ആര്? ഇടശ്ശേരി കവി. ഇടശ്ശേരി എന്ന് പറയുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി. അപ്പൊ അമ്മ ആരാണ്? പെയ്യാൻ വെമ്പുന്ന അല്ലെങ്കിൽ പെയ്യാൻ പോകുന്ന മഴയെയാണ് അമ്മ പശുവായിട്ട് കണക്കാക്കുന്നത്. കുഞ്ഞി പശുവായിട്ട് ഈ നെൽവിത്ത്, അതിൻ്റെ ഉള്ളിലെ ജീവന് അല്ലേ, അത് ഇങ്ങനെ വിശന്ന് കരഞ്ഞു വിളിച്ചാൽ മഴ വരും എന്നാണ് പറയുന്നത്. അമ്മ വരുമെന്ന് സാധാരണ അങ്ങനെയല്ലേ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങു നിന്നോ കേൾക്കാം ഉമ്പാവിളികൾ. ആദ്യം മഴ പെയ്യുന്നതിന്റെ മുമ്പേ എന്തുണ്ടാവും? നല്ല ഇടിയും മിന്നലും മഴയും ഒക്കെ ഉണ്ടാവും അല്ലെ. ഇടിയും മിന്നലും മഴയും ഒക്കെ ഉണ്ടാകും. അപ്പോ എങ്ങു നിന്നോ കേൾക്കാം ഉമ്പാവിളികൾ. ആദ്യം ഉമ്പാവിളികളുമായിട്ട് നമുക്ക് കേൾക്കാം അല്ലെ. കനത്തൊരകിടുമായി കടന്നു വരുമതിന്റെ കിതപ്പാണി പ്രപഞ്ചത്തിന്റെ പ്രസക്തതാളം അല്ലെ. കടന്നു വരുമതിന്റെ കിതപ്പാണി പ്രപഞ്ചത്തിന്റെ പ്രസക്തതാളം. മഴ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്ക് പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ മഴ വേണം. അപ്പോൾ LSS ചോദ്യം വേണമെങ്കിൽ നിങ്ങളെല്ലാം അറിയേണ്ടതാണ്. അപ്പൊ LSSന്റെ കൂടെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇവിടെ കുഞ്ഞിപ്പശുവായിട്ട് ആരാണ്? ഈ നെൽവിത്തിൻ്റെ ഉള്ളിലെ ജീവനെയും അമ്മയായിട്ട് മഴയുമാണ് കാണിക്കുന്നത്. വിത്തായിട്ട് വിത്തിനുള്ളിലെ കുഞ്ഞായിട്ട് വിത്തിനുള്ളിലെ ജീവനും അമ്മയായിട്ട് മഴയുമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി ഒരു പശുവിനോടാണ് രണ്ടിനെയും ഉപമിച്ചിരിക്കുന്നത്. എന്തിനോടാണ്? നെൽവിത്തിനുള്ളിലെ ജീവനെയും മഴയെയും കവി ഉപമിച്ചിരിക്കുന്നത്. എന്തിനോടാണ്? പശുവിനോടാണ്. അപ്പൊ പാഠം വായിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വായിക്കണം. ഇതൊക്കെ സാധ്യതയുണ്ട് എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ രണ്ടിനെയും ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ്? പശുവിനോടാണ് അല്ലെ. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നിന്നും
ഇത്രയും ചോദ്യം, ഇത്രയുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആരെഴുതിയതാണ് ഈ കവിത? കറുമ്പി പശു, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാരും ഒന്ന് കമന്റ് ചെയ്ത് നോക്കൂ. ആരാണ് ശക്തിയുടെ കവി? കവി ആരാണ്? വേഗം പറഞ്ഞോളൂ. ഇടശ്ശേരിയാണ് അല്ലേ? അപ്പോ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ടീച്ചർ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ.